ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമെട്രിക് മെത്തേഡ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസിൽ വരുന്ന സബ് ടോപ്പിക്കാണ് എക്കണോമെട്രിക്സ് മെത്തേഡ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് എക്കണോമെട്രിക്സ് എന്നാണ്. Econometric is studies economic relationship using statistical tools, focusing on empirical verification of economic theories. സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയുടെ ആപ്ലിക്കേഷനാണ് എക്കണോമെട്രിക്സ്. ഇവയുടെ മൂന്നും എക്കണോമിക് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാനും മെഷർ ചെയ്യാനുമുള്ള ഒരു സ്റ്റഡിയാണ് എക്കണോമെട്രിക്സ്. റിയൽ വേൾഡ് ഡാറ്റ യൂസ് ചെയ്ത് എക്കണോമെട്രിക്സ് തിയറീസ് ടെസ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനുമാണ് എക്കണോമെട്രിക്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. എക്കണോമെട്രിക്സിൻ്റെ പ്രധാന ഗോൾസ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ റിലേഷൻഷിപ്പ്, എക്കണോമിക് റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് കണക്കാക്കുക. ഹൗ പ്രൈസ് അഫക്റ്റ് ഡിമാൻഡ്. അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് എക്കണോമിക് ട്രെൻഡ്സ്. എക്കണോമിക് ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. GDP, ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ കറണ്ട് ഓർ പാസ്റ്റ് ഡാറ്റ റിലേറ്റ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്യുക. അടുത്ത പോയിന്റ്, ടെസ്റ്റ് എക്കണോമിക് തിയറീസ് വിത്ത് ഡാറ്റ. എക്കണോമിക് പർപ്പസ് തിയറീസ് ലൈക്ക് ലോ ഓഫ് ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യുക. അടുത്തത് മെത്തഡോളജി ഓഫ് എക്കണോമിക് റിസർച്ച് ആണ്. അതിൽ പ്രധാനമായിട്ട് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് മോഡൽ സ്പെസിഫിക്കേഷൻ, ഡാറ്റ കളക്ഷൻ, എസ്റ്റിമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, പ്രിഡിക്റ്റിംഗ് ഓർ ഫോർകാസ്റ്റിംഗ്, മോഡൽ വെരിഫിക്കേഷൻ. So economic research follows a structured scientific process to understand and estimate economic relationship using statistical tools. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡൽ സ്പെസിഫിക്കേഷൻ ആണ്. മോഡൽ സ്പെസിഫിക്കേഷൻ ഈസ് ഡിഫൈൻ ദ എക്കണോമിക് റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, കൺസെപ്ഷൻ ഈക്വൽ ടു A+B ഇൻറ്റു ഇൻകം. സോ ഈ ഒരു സ്റ്റെപ്പിൽ എക്കണോമിക് തിയറീസിനെ അടിസ്ഥാനമാക്കി വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മോഡല് ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് കൺസെപ്ഷൻ ഈക്വൽ ടു A+B ഇൻറ്റു ഇൻകം Y. സോ എയും ബിയും പാരാമീറ്റേഴ്സ് ആണ്, Y എന്നത് വേരിയബിൾ ആണ്, ഇൻകം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ അടുത്തത് ഡാറ്റ കളക്ഷൻ ആണ്. കളക്ട് റിലവൻറ്റ് ടൈം സീരീസ് ഓർ ക്രോസ് സെക്ഷണൽ ഓർ പാനൽ ഡാറ്റ. ഈ ഒരു സ്റ്റെപ്പിൽ മോഡൽ ഡിഫറെൻറ്റ് വേരിയബിൾസിനെ അടിസ്ഥാനമാക്കി ഡാറ്റ കളക്ട് ചെയ്യുന്നു. സോ ഡാറ്റ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ടൈം സീരീസ് ഡാറ്റ, ഒബ്സർവേഷൻ ഓവർ ടൈം, അതിന് എക്സാമ്പിളാണ് GDP ഫ്രം 2000 to 2025. ക്രോസ് സെക്ഷണൽ ഡാറ്റ, ഡാറ്റ ഫോർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് അറ്റ് എ പോയിന്റ് ഇൻ ടൈം. ഫോർ എക്സാമ്പിൾ, ഇൻകം ഓഫ് 100 ഹൗസ് ഹോൾഡ് ഇൻ 2024. പാനൽ ഡാറ്റ എന്നത് ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷണൽ ഡാറ്റയും ചേർന്ന ഡാറ്റയാണ്. അതിന് എക്സാമ്പിളാണ് ഇൻകം ഓഫ് 100 ഹൗസ് ഹോൾഡ് ഓവർ 10 ഇയേഴ്സ്. അടുത്ത പോയിന്റ് ആണ് എസ്റ്റിമേഷൻ. യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് OLS ടു എസ്റ്റിമേറ്റ് കോഎഫിഷ്യൻറ്റ്. മോഡൽസിലെ പാരാമീറ്റേഴ്സ് കണക്കാക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ A, B തുടങ്ങിയ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നു. മോസ്റ്റ് കോമൺലി ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ ഇതിൻ്റെ മെയിൻ എയിം എന്നത് ടു മിനിമൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് പ്രഡിക്റ്റഡ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അടുത്ത സ്റ്റെപ്പ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് എക്കണോമിക് തിയറി. ഫോർ എക്സാമ്പിൾ, B ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം 0. സോ നമ്മൾ കണക്കാക്കിയ പാരാമീറ്റേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണിത്. ഫോർ എക്സാമ്പിൾ, B റിയലി നോട്ട് ഈക്വൽ ടു 0. സോ നമുക്കിവിടെ T അല്ലെങ്കിൽ F ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് എന്നത് B H0 B ഈക്വൽ ടു 0, ദർ ഈസ് നോ എഫക്റ്റ്. H0 B not equal to 0, there is a significant effect. അടുത്തത് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. യൂസ് ദ മോഡൽ ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂസ്.
വൺസ് മോഡൽ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ ഓർ അൺനോൺ ഡാറ്റ പ്രിഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യണം. അതിന് എക്സാമ്പിളാണ് 15,000 ആണ് നമ്മളുടെ ഇപ്പോഴുള്ള വരുമാനമെങ്കിൽ ഭാവിയിലുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ ചെലവുകൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് മോഡൽ വാലിഡേഷൻ ആണ്. ചെക്ക് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, മൾട്ടി കൊളീനിയാരിറ്റി, ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എക്സെട്ര. സോ ഒരു മോഡൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വാലിഡേറ്റ് ചെയ്യണം. അതിനായിട്ട് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ആർ സ്ക്വയർ, ദാറ്റ് ഈസ് മോഡൽ എത്രത്തോളം ഡാറ്റയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാം. മൾട്ടി കൊളീനിയാരിറ്റി, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹൈലി കോറിലേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി, എറർ വേരിയൻസ് കോൺസ്റ്റന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതാണ്. ഓട്ടോ കോറിലേഷൻ, എറർ ടേംസ് ഓവർ ടൈമിൽ റിലേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാം. സോ ഇതെല്ലാമാണ് മോഡൽ വാലിഡേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഈ സ്റ്റെപ്പുകൾ നമുക്കെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ആൻഡ് ജനറൽ ലീനിയർ എക്കണോമിക് മോഡലാണ് നോക്കുന്നത്. സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്നതൊരു മോഡൽ ഇക്വേഷൻ ആണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷൻ ആണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ. സോ അതിൻ്റെ ഇക്വേഷൻ എന്നത് y = β0 + β1x + u. y എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, x എന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓർ പ്രിഡിക്റ്റർ ഓർ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ്. β0 എന്നത് ഇന്റർസെപ്റ്റ് ടേം ആണ്, വാല്യൂ ഓഫ് y വെൻ x = 0. β1 എന്നത് സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് ആണ്, എക്സിൽ 1 യൂണിറ്റ് വർദ്ധിച്ചാൽ വൈയിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നതാണ്. യു എന്നത് എറർ ടേം ആണ്, മോഡലിൽ ഉൾപ്പെടാത്ത മറ്റ് ടേമുകളെല്ലാം കൂടെ ചേർന്നതാണ് യു. ജനറൽ ലീനിയർ മോഡൽ എന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. y = β0 + β1x എക്സെട്ര βk xk + u. y എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, x1 x2 എക്സെട്ര. xn എന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. β0 ഇന്റർസെപ്റ്റ് ആണ്, β1 β2 എന്നത് എക്സെട്ര βn എന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. u എന്നത് എറർ ടേം ആണ്. മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മോഡലാണ് ജനറൽ ലീനിയർ ഓർ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. ഇതിന് എക്സാമ്പിളാണ് ഒരു കുട്ടിയുടെ മാർക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് x1 എന്നത് സ്റ്റഡി അവേഴ്സും x2 എന്നത് അറ്റൻഡൻസും x3 എന്നത് സ്ലീപ്പിംഗ് അവേഴ്സും എങ്ങനെ കണക്കാക്കിയാൽ സ്കോർ = β0 + β1 ഇൻറ്റു സ്റ്റഡി അവേഴ്സ് +β2 ഇൻറ്റു അറ്റൻഡൻസ് +β3 ഇൻറ്റു സ്ലീപ്പിംഗ് അവേഴ്സ് എന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ആണ്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്നത് റിഗ്രഷൻ ഇക്വേഷനിൽ കാണുന്ന അൺനോൺ വാല്യൂസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് വാല്യൂസ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയാണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രീതി ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് ആണ്. OLS estimate parameters in a way that minimize the sum of squared residuals, the difference between the observed or predicted value of the dependent variable, where the equation is minimize summation ബ്രാക്കറ്റിൽ yi minus yi cap all square. y എന്നത് ആക്ച്വൽ വാല്യൂസ് ആണ്, yi cap എന്നത് പ്രെഡിക്റ്റഡ് വാല്യൂസ് ആണ്. yi മൈനസ് yi cap എന്നത് എറർ ഓർ റെസിഡ്വൽസ് എന്ന് പറയാം. OLSൻ്റെ പ്രധാനപ്പെട്ടതും ബേസിക് അസംഷൻസുമാണ് ലീനിയാരിറ്റി, നോ മൾട്ടി കൊളീനിയാരിറ്റി തുടങ്ങിയവ. OLS ടു ബി ബ്ലൂ, ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആകുന്നതിൻ്റെ ബേസിക് അസംഷൻസ് ആണ് ലീനിയാരിറ്റി, ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുകൾ തമ്മിലുള്ള ബന്ധം ലീനിയർ ആയിരിക്കണം. നോ മൾട്ടി കൊളീനിയാരിറ്റി, ഇൻഡിപെൻഡൻസ് വേരിയബിൾസുകൾ തമ്മിൽ സമാനം ഉണ്ടായിരിക്കരുത്, ദാറ്റ് ഈസ് x1 x2 എന്നിവ തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധം ഉണ്ടാവരുത്. ഹോമോസ്റ്റിഡാസ്റ്റിസിറ്റി, റെസിഡ്വൽസിൻ്റെ അല്ലെങ്കിൽ എറർ ടേംസിൻ്റെ വേരിയൻസ് ഷുഡ് ബി കോൺസ്റ്റന്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ.
ഹോമോസ്റ്റഡാസിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഹെറ്ററോസ്റ്റഡാസിറ്റി വിച്ച് ഡിസോർട്ട് ദ റിസൾട്ട്. നോ ഓട്ടോ കോറിലേഷൻ. Error terms not correlated with each other, especially in time series data, so autocorrelation violate independence. Normality of residuals. Error terms should be normally distributed, especially important for hypothesis testing. So അടുത്തത് coefficient of determination R square ആണ്. So coefficient of determination R square measures how well the independent variables explain the variation in the dependent variables. Coefficient of determination അല്ലെങ്കിൽ R square എന്നത് റിഗ്രഷൻ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയുടെ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ആർ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ആർ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്നത് എക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയേഷൻ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ വേരിയേഷൻ എത്രമാത്രമാണെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. ടോട്ടൽ വേരിയേഷൻ എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഓവറോൾ വേരിയേഷൻ ആണ്. സോ ആർ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡൽ വേരിയേഷൻ കാണിക്കുന്നില്ല. ആർ സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ മോഡലിൻ്റെ എല്ലാ വേരിയേഷൻസും വൈ പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർ സ്ക്വയർ 0 to 1 ഇടയിലാണെങ്കിൽ മോഡലിൻ്റെ വേരിയേഷൻ പാർഷ്യലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ആർ സ്ക്വയർ ഈസ് ടു 1 ബെറ്റർ ദ മോഡൽ ഫിറ്റ് ദ ഡാറ്റ. അടുത്ത നമ്മൾ നോക്കുന്നത് റിസർച്ച് മെത്തഡോളജിയും അതിൻ്റെ മെയിൻ സ്റ്റെപ്സും ആണ്. നമുക്കറിയാം റിസർച്ച് മെത്തഡോളജി എന്നത് സ്ട്രക്ചേർഡ് ഓർ സയൻറ്റിഫിക് അപ്രോച്ച്ഡ് ആണ്. ഇറ്റ് യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് റിസർച്ച് പ്രോബ്ലം. ഇത് റിസർച്ച് സ്റ്റഡിയുടെ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറയാം. സിസ്റ്റമാറ്റിക്കും ലോജിക്കൽ മാനറിലും റിസർച്ചറിന് ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനുമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ കമ്പോണൻസ് ആണ് ഡിഫൈനിങ് ദ പ്രോബ്ലം, റിവ്യൂയിങ് ലിറ്ററേച്ചർ, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, ഡിസൈനിങ് ദ റിസർച്ച്, കളക്ടിങ് അനലൈസിങ് ഡാറ്റ, ഡ്രോയിങ് കൺക്ലൂഷൻ. ഡിഫൈനിങ് എ പ്രോബ്ലം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായിട്ടുള്ള സ്റ്റെപ്പാണ്. വാട്ട് ദ ഇഷ്യൂ എന്നത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഇതിന് എക്സാമ്പിളാണ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതാണ് എന്നൊരു പ്രോബ്ലം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്നത് മുമ്പുണ്ടായ പഠനങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ, ബുക്കുകൾ എന്നിവയെ പഠിക്കുന്നതാണ്. ഇതിലൂടെ അണ്ടർസ്റ്റാൻഡിങ് എക്സിസ്റ്റിംഗ് ഗ്യാപ്സ്, അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് എ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. അടുത്തത് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് എന്നത് ടെസ്റ്റ് ചെയ്യേണ്ട അസംഷൻസ് ഓർ പ്രപ്പോസ്ഡ് എക്സ്പ്ലനേഷൻസ് ആണ്. ഇതിന് എക്സാമ്പിൾ ആണ് സ്റ്റുഡൻസ് വിത്ത് ആക്സസ് ടു ഡിജിറ്റൽ ടൂൾസ് പെർഫോം ബെറ്റർ ദാൻ ദോസ് വിത്തൗട്ട്. അടുത്തത് ഹൈപ്പോത്തസിസ്. Hypothesis can be null hypothesis where H0 equal to no relationship. Alternative hypothesis H1 a significant relationship exists. റിസർച്ച് ഡിസൈനിങ് എന്നത് പല ടൈപ്പ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പെരിമെൻ്റൽ എന്നിങ്ങനെ. സോ സാമ്പിൾ സൈസ്, സാമ്പിളിംഗ് ടെക്നിക്സ്, ടൂൾസ്, ഡാറ്റ കളക്ഷൻ എന്നിവയെല്ലാം ഇത് ബേസ് ചെയ്തിരിക്കുന്നു. അടുത്തത് കളക്റ്റിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റയാണ്. സോ ഡാറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറിലി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറിലി ഡാറ്റയിൽ സർവേ, എക്സ്പെരിമെൻറ്റ്, ഇൻ്റർവ്യൂ തുടങ്ങിയവയിലൂടെ ഫസ്റ്റ് ഹാൻഡ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയിൽ ബുക്ക്, ഒഫീഷ്യൽ റെക്കോർഡ്സ്, റിപ്പോർട്ട് തുടങ്ങിയവയിലൂടെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. എക്സൽ, SPSS, പൈത്തൺ, ആർ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലൂടെ ഇത് അനലൈസ് ചെയ്യാം ഫോർ ഫൈൻഡ് പാറ്റേൺ ഓർ ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നത് ഡ്രോയിങ് കൺക്ലൂഷൻ ആണ്. അനലൈസ് ചെയ്ത ഡാറ്റയിലൂടെ റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ
പാർട്ട് ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇംപ്ലിക്കേഷൻസ്, സജസ്റ്റ് റെക്കമെൻഡേഷൻ, ഫ്യൂച്ചർ സ്റ്റഡിക്കായിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുന്നു. ഇവയിലെല്ലാം ഈ ഒരു പാർട്ടിൽ വരുന്നതാണ്. അടുത്തത് സാമ്പിളിംഗ് ടൈപ്പ് ആൻഡ് ടെക്നിക്കാണ്. So sampling is the selecting a part of population to make conclusion. Sampling is the process of selecting a subset or sample from a larger group or population to study and draw conclusion about the entire group. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ഭാഗം മാത്രം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൺക്ലൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് സാമ്പിളിംഗ് എന്ന മെത്തേഡ്. സോ എ ഗുഡ് സാമ്പിൾ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് മീനിങ് ഇറ്റ് ഷുഡ് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ പോപ്പുലേഷൻ. സോ സാമ്പിളിംഗ് പല ടൈപ്പ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് 2 ടൈപ്പ് ഉണ്ട്. Probability sampling and non-probability sampling. In this method, every unit in the population has a known and non-zero chance of being selected. ഈ ഒരു രീതിയിൽ പോപ്പുലേഷനിൽ ഓരോ അംഗത്തിനും തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചാൻസും ഈക്വൽ ആയിരിക്കും. അത് തന്നെ പല രീതിയിലുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. In simple random sampling, each individual has equal chance of being selected, usually done using a lottery method or random number generator. For example, വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പട്ടികയിൽ നിന്ന് റാൻഡമായിട്ടൊരു 10 പേരെ തിരഞ്ഞെടുക്കുന്നു. ഒരു ക്ലാസ്സിൽ നിന്ന് റാൻഡമായിട്ടൊരു 10 പേരെ തിരഞ്ഞെടുക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് is a population is divided into subgroup or strata based on a characteristics that are age, gender, etc. and samples are taken from each group. ഇതിന് എക്സാമ്പിൾ ആണ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ക്ലാസിൻ്റെ അടിസ്ഥാനമാക്കി ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഓരോ കുട്ടികളെ തുല്യമായിട്ട് തിരഞ്ഞെടുക്കുന്നു. Cluster sampling is population is divided into cluster, usually geographically, and a few clusters are randomly selected and all members from those clusters are studied. ഇതിന് എക്സാമ്പിൾ, ഒരു ജില്ലയിൽ നിന്ന് ചില സ്കൂളുകൾ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുന്നു, അതിൽ വിദ്യാർത്ഥികളെ സ്റ്റഡി ചെയ്യുന്നു. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. എവറി കേർത്ത് ഐറ്റം ഫ്രം എ ലിസ്റ്റ് ഈസ് സെലക്റ്റഡ്. ഫോർ എക്സാമ്പിൾ, എവറി 10th person ഓർ എവറി 15th person. ഇതിങ്ങനെയല്ല. ഒരു സ്ഥാപനത്തിലെ ലിസ്റ്റിൽ നിന്ന് ഓരോ 5ാമത്തെ കുട്ടിയെയും തിരഞ്ഞെടുക്കും. അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. Not all members of the population have a chance being selected. It is based on researchers' choice or convenience. ഓരോ അംഗത്തിനും തുല്യമായിട്ടുള്ള അവസരങ്ങളില്ല. ഇത് കൂടുതലായിട്ട് റിസർച്ചറിൻ്റെ കൺവീനിയൻസോ അല്ലെങ്കിൽ ചോയ്സോ റിലേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സോ ഫസ്റ്റ്, കൺവീനിയൻസ് സാമ്പിളിംഗ്. Sampling are taken from the population that is easily accessible. വീട്ടിലെ അംഗങ്ങൾ, സുഹൃത്തുക്കൾ, ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്നിവയെല്ലാം തിരഞ്ഞെടുത്ത് അവരെക്കുറിച്ചുള്ള അവരുടെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് സ്റ്റഡി ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അടുത്തത് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. റിസർച്ചേഴ്സ് സെലക്ടഡ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ ജഡ്ജ്മെന്റ് ഓഫ് ഹൂ വിൽ ബി ദ മോസ്റ്റ് യൂസ്ഫുൾ ഓർ റെപ്രസെൻറ്റേറ്റീവ്. ഒരു സ്കൂളിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയിൽ മികച്ച വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പഠനമാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്നത് യൂസ്ഡ് വെൻ പോപ്പുലേഷൻ ഈസ് ഹാർഡ് ടു ലൊക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഡ്രഗ് യൂസേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻറ്റ് റെഫർ അതർ പാർട്ടിസിപ്പൻറ്റ്. സ്നോബോൾ സാമ്പിളിങ്ങിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താനായിട്ട് ആദ്യം നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു, അവരിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തുന്നു, പിന്നീട് വേറൊരാളിലേക്ക് എത്തുന്നു. ഈ ഒരു ചെയിൻ
മെത്തേഡിൽ പോകുന്ന സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. അടുത്തത് കോട്ട സാമ്പിളിംഗ് ആണ്. സിമിലർ ടു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ബട്ട് നോട്ട് റാൻഡം. റിസർച്ചേഴ്സ് സെലക്റ്റഡ് ഫിക്സഡ് നമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതിന് എക്സാമ്പിളാണ് ഒരു 50% പുരുഷന്മാരും 50% സ്ത്രീകളും ഒരു സാമ്പിളായിട്ട് തിരഞ്ഞെടുക്കുന്നു, പക്ഷെ റാൻഡം അല്ല. സോ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നത് മോർ സിഗ്നിഫിക്കൻറ്റ്, ആക്യുറേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നത് ഈസിയർ ആണ്, ചീപ്പർ ആണ്, ബട്ട് മേ ഹാവ് ബയാസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്നത് ടു ടെസ്റ്റ് അസംഷൻസ് അബൌട്ട് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. സോ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ അസംഷൻസ് സ്റ്റഡി ചെയ്യുന്ന ഒരു രീതിയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. Where hypothesis testing is the statistical method used to make decisions or inference about a population using sample data. അതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് H0 and H1, where H0 is a null hypothesis and H1 is the alternative hypothesis. Null hypothesis എന്നത് a general statement or default position that there is no effect or no difference. നൾ ഹൈപ്പോത്തസിസിൽ മാറ്റമില്ല എന്ന് കാണിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. H1 അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലെ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കോൺട്രഡിക്ട് ദ നൾ. ഇറ്റ് പ്രപ്പോസ് ദർ ഈസ് ആൻ ഡിഫറൻസ് ഓർ ദർ ഈസ് ആൻ എഫക്റ്റ്. സോ അതിൽ മാറ്റമുണ്ട്, ദർ ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് കാണിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ, ദാറ്റ് ഈസ് ആൽഫ, യൂഷ്വലി 0.05. സോ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്നത് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, commonly using 0.05 or 0.01. അടുത്തത് സെലക്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ZTF chi-square. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നത് എ വാല്യൂ കാൽക്കുലേറ്റഡ് ഫ്രം എ സാമ്പിൾ യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ്. കോമൺലി സെഡ് ടെസ്റ്റ് ലാർജ് സാമ്പിൾസ് അല്ലെങ്കിൽ നോൺ പോപ്പുലേഷൻ വേരിയൻസിനാണ് സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് സ്മോൾ സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ അൺനോൺ പോപ്പുലേഷൻ വേരിയൻസ്. എഫ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ അനോവ ആൻഡ് കമ്പയറിംഗ് വേരിയൻസ്. chi-square ടെസ്റ്റ് യൂസ്ഡ് ഫോർ കാറ്റഗറിക്കൽ ഡാറ്റ. അടുത്തത് കാൽക്കുലേറ്റഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ക്രിട്ടിക്കൽ വാല്യൂ. ലാസ്റ്റ് പോയിന്റ് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് H0, വേർ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത് ഇഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ ഇറ്റ് റിജക്റ്റ് H0. ഇഫ് പി വാല്യൂ ലെസ് ദാൻ ആൽഫ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ആണെങ്കിൽ ഇറ്റ് റിജക്റ്റ് H0. സോ കൺക്ലൂഷൻ എന്നത് ബേസ്ഡ് ഓൺ റിസൾട്ട് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ്. സാമ്പിൾ പോപ്പുലേഷനിൽ 2 മിസ്റ്റേക്കുകളാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ടൈപ്പ് 1 എററും ഒന്ന് ടൈപ്പ് 2 എററും. സോ ടൈപ്പ് 1 എറർ ദാറ്റ് ഈസ് ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അവിടെ H0 കറക്റ്റ് ആയിട്ടും അത് റിജക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 2 എററിൽ H0 തെറ്റായിട്ടും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അത് ബീറ്റ കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ടി ടെസ്റ്റ് കൊണ്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. H0 mu ഈക്വൽ ടു 0 ഈക്വൽ ടു 100 ആൻഡ് H1 mu നോട്ട് ഈക്വൽ ടു 100. ഇവിടെ സാമ്പിൾ മീൻ എന്നത് 105 ആണ്. സാമ്പിൾ വേരിയൻസ് എന്നത് 10 ആണ്. നമ്പർ സാമ്പിൾ സൈസ് എന്നത് 25 ആണ്. ആൽഫ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ 0.05 ആണ്. വേർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T equal to 2.5, then the critical T value at degree of freedom 24 at alpha 0.05, that is equal to 2.064.
വേർ 2.5 സ്മോളർ ആണ് 2.064. there is the reject H0. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഡിസൈൻ ആണ്. ദ ഡെഫിനിഷൻ ഈസ് ഫ്രെയിംവർക്ക് ഫോർ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. റിസർച്ച് ഡിസൈൻ എന്നത് ഒരു റിസർച്ചിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള ഓരോ പ്ലാനാണ്. ഇത് റിസർച്ച് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പലതരത്തിലുള്ള റിസർച്ച് ഡിസൈൻസ് ഉണ്ട്. എക്സ്പ്ലറേറ്ററി ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്നിവ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്പ്ലറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ്. ടു എക്സ്പ്ലോർ പ്രോബ്ലംസ്. ഇതിൻ്റെ മെയിൻ എയിമാണ് പ്രോബ്ലംസിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നത്. വെൻ ദ പ്രോബ്ലം ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്, റിസർച്ചർ യൂസ് ദിസ് ഡിസൈൻ. ഇതിന് എക്സാമ്പിളാണ് ന്യൂ ടോപ്പിക് ഓർ ഇഷ്യൂവിനെ ഫസ്റ്റ് ടൈം സ്റ്റഡി ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ യൂസ് ടു ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെയിൻ മെത്തേഡ്സ് ഇൻ്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ്സ് ആൻഡ് കേസ് സ്റ്റഡീസ്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻസ് ആണ്. ഈ ഒരു ഡിസൈൻ ഫിനോമിനയുടെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻസ് നൽകാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് എ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഏജ്, ഇൻകം ലെവൽ എക്സെട്ര. സോ ഇതിൻ്റെ മെയിൻ യൂസ് എന്നത് ടു ഡിസ്ക്രൈബ് വാട്ട് എക്സിസ്റ്റഡ്, വാട്ട്, വെന്, വെയർ ആൻഡ് ഹൗ. ഇത് മെയിൻലി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് സർവേസ്, ഒബ്സർവേഷൻ, ഡാറ്റ അനാലിസിസ് എന്നിവയാണ്. അടുത്തത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആണ്. ഇത് കോസ്റ്റ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. റിസർച്ച് വൺ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അനദർ വേരിയബിൾസിലെ ഇമ്പാക്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷണൽ മെത്തേഡ് എത്രത്തോളം സ്റ്റുഡൻസ് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ യൂസ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് മേക്ക് വാലിഡ് ഇൻഫറൻസ്. സോ റിസർച്ച് ഡിസൈൻ എന്നത് റിസർച്ച് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. എ കറക്റ്റ് ഡിസൈൻ എൻഷുർ വാലിഡിറ്റി, റിലയബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ റിസർച്ച്. ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഡാറ്റ കളക്ഷൻ. സോ ഡാറ്റ കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന ലാസ്റ്റ് ടോപ്പിക്കാണ്. സോ ഡാറ്റ കളക്ഷനിൽ തന്നെ 2 ടൈപ്പ് ഡാറ്റ കളക്ഷനാണുള്ളത്. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ എന്നത് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഓണായിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സർവേസ്, ഇൻ്റർവ്യൂസ്, എക്സ്പെരിമെൻ്റ് ഇതിലൂടെ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്നത് അത് മറ്റാരെങ്കിലും നേരത്തെ ശേഖരിച്ചത് അല്ലെങ്കിൽ നേരത്തെ കളക്ട് ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. പബ്ലിഷ്ഡ് റിപ്പോർട്ട്, ഗവൺമെൻറ്റ്സ് ഇതിലെല്ലാം ഓൾറെഡി പ്രസിദ്ധീകരിച്ച ഗവൺമെൻറ് പ്രൈവറ്റ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സെൻസസ്, RBI എന്നിവയെല്ലാം നൽകുന്ന ഡാറ്റകളാണ് സെക്കൻഡറി ഡാറ്റയിൽ വരുന്നത്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ്. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിൽ സുഖമായിട്ട് വെക്കാവുന്ന രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അത് പല ടൈപ്പിലുണ്ട്. ഒന്ന് ടാബുലേഷൻ, അല്ലെങ്കിൽ ഗ്രാഫ് ആൻഡ് ചാർട്ട്, അല്ലെങ്കിൽ കോഡിംഗ് ഫോർ സോഫ്റ്റ്വെയർ. ഇതിലെല്ലാം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഡാറ്റാസ് റോയും കോളവും ഉപയോഗിച്ച് ടേബിളായിട്ട് ക്രമീകരിക്കുന്ന രീതിയാണ് ടാബുലേഷൻ. ഡാറ്റയെ വിഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ടിൽ വരുന്നത്. ബാർ ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ഗ്രാഫ് ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. കോഡിംഗ് ഫോർ സോഫ്റ്റ്വെയർ എന്നത് ഡാറ്റ സോഫ്റ്റ്വെയർ ടൂൾസ് ഏതൊക്കെയാണ്? എക്സൽ, SPSS, R, പൈത്തൺ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാനായിട്ട് റെഡിയാക്കുന്ന മെത്തേഡാണ് കോഡിംഗ് ഫോർ സോഫ്റ്റ്വെയർ. അനാലിസിസ് ഓഫ് ഡാറ്റയിൽ 2 ടൈപ്പിലാണ് ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. സോ ഇൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റയുടെ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ കണ്ടെത്തുക. ദാറ്റ് ഈസ് മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവയെല്ലാം കണ്ടുപിടിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ്
സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ സാമ്പിളുകളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് പോപ്പുലേഷനെ കുറിച്ചുള്ള അസംഷൻസ് കണ്ടുപിടിക്കുന്നു. ഇതിൽ റിഗ്രഷൻ, കോറിലേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇതെല്ലാം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. റിഗ്രഷൻ എന്നത് നമുക്കറിയാം, അവ രണ്ട് വേരിയബിൾസുകൾ തമ്മിലുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് റിഗ്രഷൻ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. കോറിലേഷൻ എന്ന് രണ്ട് വേരിയബിൾസുകളിൽ ഇടയിലുള്ള ബന്ധം കാണിക്കുന്നതാണ് കോറിലേഷൻ. ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നത് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ടെസ്റ്റിങ്ങിലൂടെ ആ ഒരു അസംഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ടൂൾസ് മെയിൻലി യൂസ് ചെയ്യുന്നത് എക്സൽ, SPSS, പൈത്തൺ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ എക്സൽ ബേസിക് ടാബുലേഷൻ, ഗ്രാഫ്, ഫോർമുലാസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എക്സലിലാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് SPSSലാണ്. പൈത്തൺ മെയിൻലി പ്രോഗ്രാമിംഗ് ആണ്, ബേസ്ഡ് അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ്. എക്കണോമെട്രിക്സ് മെത്തേഡ്സിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 25 MCQ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻഡ് എക്കണോമെട്രിക്സ്? ഓപ്ഷൻ എ, സ്റ്റഡി ഓഫ് എക്കണോമിക് through philosophy. Option B, use of mathematical tools to create economic policy. Option C, statistical analysis of economic data. Option D, application of calculus in economics. Answer option C, statistical analysis of economic data. സോ എക്കണോമെട്രിക്സ് എന്നത് ഒരു എക്കണോമിക് ഫിലോസഫീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റഡി ഓഫ് മെത്തേഡ്സ് ആണ്. അതായത് എക്കണോമിക് ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതാണ് എക്കണോമെട്രിക്സിൻ്റെ പ്രധാനപ്പെട്ട എയിം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക് റിസർച്ച്? ഓപ്ഷൻ എ, മോഡൽ എസ്റ്റിമേഷൻ. ഓപ്ഷൻ ബി, മോഡൽ സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ സി, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഓപ്ഷൻ ഡി, ഡാറ്റ കളക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി, മോഡൽ സ്പെസിഫിക്കേഷൻ. സോ എക്കണോമിക് റിസർച്ച് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് മോഡൽ സ്പെസിഫിക്കേഷൻ ആണ്. അതായത് എങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ, എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിൻ്റെ ഫങ്ഷൻ ആണെന്ന് നിർണ്ണയിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ? ഓപ്ഷൻ എ, y equal to beta naught plus beta 1 x plus u. Option B, y equal to beta naught plus beta 1 x1 plus beta 2 x2 plus u. Option C, y equal to a plus bx plus c x2 plus u. Option D, x plus u. Answer option A, y equal to beta naught plus beta 1 x plus u. സോ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയും ഉണ്ട്. സോ ഈ ഒരു ഫോർമാറ്റ്, അതായത് y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 x പ്ലസ് യു എന്നതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫോർമാറ്റ്. അടുത്തത്, വാട്ട് ഡസ് OLS സ്റ്റാൻഡ്സ് ഫോർ ഇൻ എക്കണോമെട്രിക്സ്? ഓപ്ഷൻ എ, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ. ഓപ്ഷൻ ബി, ordinary least squares. Option C, ordinary linear strategy. Option D, optimum linear sum. Answer ordinary least squares. OLS എന്നത് റിഗ്രഷൻ ഇക്വേഷനിൽ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മോസ്റ്റ് കോമൺ മെത്തേഡാണ്. ഇതിൻ്റെ ഫുൾ ഫോം ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ലീനിയർ റിഗ്രഷൻ മോഡൽ ദ ടേം യു റെപ്രസെൻറ്റ്? Option A, the intercept. Option B, the slope. Option C, the predicted value. Option D, the error term. Answer option D, the error term.
യു എന്നത് റിഗ്രഷൻ ഇക്വേഷനിലുള്ള എറർ ടേം ആണ്. അതായത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത മറ്റു ഫാക്ടേഴ്സിനെയാണ് എറർ ടേം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്ലാസിക്കൽ അസംഷൻ ഓഫ് ദ ലീനിയർ റിഗ്രഷൻ മോഡൽ? ഓപ്ഷൻ എ, എറർ ഹാവ് കോൺസ്റ്റന്റ് വേരിയൻസ്. ഓപ്ഷൻ ബി, എറർ ആർ കോറിലേറ്റഡ്. ഓപ്ഷൻ സി, മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. ഓപ്ഷൻ ഡി, ദർ ഈസ് നോ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. ആൻസർ ഓപ്ഷൻ ബി, എറേഴ്സ് ആർ കോറിലേറ്റഡ്. സോ ക്ലാസിക്കൽ റിഗ്രഷൻ അസംഷൻസ് പ്രകാരം എറർ ടേംസ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് അൺകോറിലേറ്റഡ് ആയിരിക്കണം. ഓട്ടോ കോറിലേഷൻ നോട്ട് അലൗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ആർ സ്ക്വയർ റെപ്രസെൻറ്റ് ഇൻ റിഗ്രഷൻ അനാലിസിസ്? ഓപ്ഷൻ എ, റേഷ്യോ ഓഫ് ആക്ച്വൽ ടു പ്രഡിക്റ്റഡ് വാല്യൂസ്. ഓപ്ഷൻ ബി, പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ explained by the model. Option C, correlation coefficient. Option D, correlation of intercept. Answer option B, percentage of variation in dependent variable explained by the model. So R square അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനിൽ റിഗ്രഷൻ മോഡലിലെ വൈയിലെ ടോട്ടൽ വേരിയേഷൻസ് എത്ര എക്സ്റ്റൻസ് വരെ എക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ്. അടുത്തത്, ഇഫ് ആർ സ്ക്വയർ ഈക്വൽ ടു 0.95 it means option A, the model is invalid. Option B, 95% of variation is explained by the model. Option C, 95% of errors are eliminated. Option D, independent variables are not significant. Answer option B, 95% of variation is explained by the model. സോ ആർ സ്ക്വയർ 0.95 ആണെങ്കിൽ 95% ഓഫ് ദ വേരിയേഷൻ ഇൻ വൈ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ എക്സ് വേരിയബിൾസ്. മോഡൽ ഹാസ് ഗുഡ് ഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? സോ ഓപ്ഷൻസ്, quota sampling. Option B, convenience sampling. Option C, snowball sampling. Option D, stratified sampling. Answer option D, stratified sampling. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ സാമ്പിൾ സെലക്ഷൻ റാൻഡം ആയിരിക്കും. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ പോപ്പുലേഷൻ സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് റാൻഡം സാമ്പിളിങ് നടത്തും. സോ അടുത്ത ക്വസ്റ്റ്യൻ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ, കോട്ട Option A, simple random sampling. Option B, stratified sampling. Option C, systematic sampling. And option D, judgmental sampling. Answer option D, judgmental sampling. ജഡ്ജ്മെൻ്റൽ സാമ്പിളിങ്ങിൽ റിസർച്ചറിൻ്റെ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള നോൺ റാൻഡം മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ, prove a theory. Option B, guess a result. Option C, accept a null hypothesis. Option D, test validity of a claim using data. Answer option D, test validity of a claim using data. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വെയർ ബീറ്റ ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് യൂഷ്വലി. ഓപ്ഷൻ എ, വാട്ട് വി വോണ്ട് ടു പ്രൂവ്. ഓപ്ഷൻ ബി, what we assume to be false. Option D, what we test against. Option D, what we initially assume to be true. Answer option D, what we initially assume to be true. നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എച്ച് നോട്ട് എന്നത് ഇനീഷ്യലി ട്രൂ എന്ന് കൺസിഡർ ചെയ്യുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ലഭിച്ചാൽ ഇത് റിജക്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് പി വാല്യൂ ലെസ് ദാൻ ആൽഫ ഓർ സിഗ്നിഫിക്കൻറ്റ് ലെവൽ വി. ഓപ്ഷൻ എ, accept എച്ച് നോട്ട്. ഓപ്ഷൻ ബി, റിജക്റ്റ് എച്ച് നോട്ട്. ഓപ്ഷൻ സി, ഇഗ്നോർ ദ ടെസ്റ്റ്. ഓപ്ഷൻ ഡി, accept both H1 and H നോട്ട്.
ആൻസർ ഓപ്ഷൻ ബി റിജക്റ്റ് എച്ച് നോട്ട്. സോ പി വാല്യൂ ആൽഫ യൂഷ്വലി 0.05 ആണെങ്കിൽ റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്നും എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാം എന്നാണ് അർത്ഥം. അടുത്തത് 14th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിസർച്ച് ഡിസൈൻ? ഓപ്ഷൻ എ ടു ക്രിയേറ്റ് ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ ബി to interpret data, option C to plan the method for data collection and analysis, option D to organize literature. Answer option C to plan the methods for data collection and analysis. സോ റിസർച്ച് ഡിസൈൻ എന്നത് ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ അനലൈസ് ചെയ്യണം, ടൂൾസ് ഏതൊക്കെ യൂസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റഡി ടു ഐഡൻറ്റിഫൈ കൺസ്യൂമർ പ്രിഫറൻസസ് ഈസ് ഓപ്ഷൻ എ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഓപ്ഷൻ ബി എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഓപ്ഷൻ സി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഓപ്ഷൻ ഡി ഫണ്ടമെൻ്റൽ റിസർച്ച്. ആൻസർ ഓപ്ഷൻ സി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേരിയബിൾസിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ കൺസ്യൂമർ ബിഹേവിയർ, ഹാബിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഡാറ്റ സോഴ്സ്? ഓപ്ഷൻ എ ഗവൺമെൻറ് സെൻസസ്, ഓപ്ഷൻ ബി ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, ഓപ്ഷൻ ബി സർവേ കണ്ടക്റ്റഡ് ബൈ ദ റിസർച്ചർ, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് ഡാറ്റാബേസ്. ആൻസർ ഓപ്ഷൻ സി സർവേ കണ്ടക്റ്റഡ് ബൈ ദ റിസർച്ചർ. പ്രൈമറി ഡാറ്റ റിസർച്ചർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. ഫോർ എക്സാമ്പിൾ സർവേസ്, ഇൻ്റർവ്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ഡാറ്റ ബിഫോർ അനാലിസിസ്? ഓപ്ഷൻ എ റിഗ്രഷൻ, ഓപ്ഷൻ ബി ടാബുലേഷൻ, ഓപ്ഷൻ സി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർകാസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി ടാബുലേഷൻ. സോ റോ ഡാറ്റ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതാണ് ടാബുലേഷനിൽ. ടേബിള്, റോസ്, കോളം ഫോർമാറ്റിലാണ് ഡാറ്റ ടാബുലേഷനിൽ അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റോ ഡാറ്റ ഇൻ ടു യൂസ്ഫുൾ ഫോർമാറ്റ് ഈസ് കോൾഡ്? ഓപ്ഷൻ എ സാമ്പിളിംഗ്, ഓപ്ഷൻ ബി ഡാറ്റ കളക്ഷൻ, ഓപ്ഷൻ സി ഡാറ്റ കോഡിംഗ്, ഓപ്ഷൻ ഡി ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. സോ ആൻസർ ഓപ്ഷൻ സി ഡാറ്റ കോഡിംഗ്. ഡാറ്റ കോഡിങ്ങിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ലൈക്ക് മെയിൽസ് ആൻഡ് അല്ലെങ്കിൽ മെയിൽസ് ഓർ ഫീമെയിൽസ് ടേൺസ് ടു നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 1, 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഫോർ അനാലിസിസ്. അതാണ് ഡാറ്റ കോഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് സ്റ്റേജ് ഓഫ് എക്കണോമെട്രിക് മോഡലിംഗ്? ഓപ്ഷൻ എ മോഡൽ സ്പെസിഫിക്കേഷൻ, ഓപ്ഷൻ ബി എസ്റ്റിമേഷൻ, ഓപ്ഷൻ സി മോഡൽ ട്രാൻസ്ലേഷൻ, ഓപ്ഷൻ ഡി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ സി മോഡൽ ട്രാൻസ്ലേഷൻ. എക്കണോമെട്രിക് മോഡലിലെ സ്റ്റെപ്സ് എന്നത് സ്പെസിഫിക്കേഷൻ, എസ്റ്റിമേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ ആണ്. മോഡൽ ട്രാൻസ്ലേഷൻ എന്നത് റിലവൻ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, എ മോഡൽ വിത്ത് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ്? ഓപ്ഷൻ എ ലീനിയർ മോഡൽ, ഓപ്ഷൻ ബി സിമ്പിൾ റിഗ്രഷൻ, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ റിഗ്രഷൻ, ഓപ്ഷൻ ഡി ലോങ് ലീനിയർ മോഡൽ. ആൻസർ ഓപ്ഷൻ സി മൾട്ടിപ്പിൾ റിഗ്രഷൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൽ ഡിപെൻഡൻറ്റ് വേരിയബിൾ y എക്സ്പ്ലെയിൻഡ് ബൈ 2 or more independent variables x1, x2, etc., xk. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ സാമ്പിൾ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ എ നമ്പർ ഓഫ് പേജസ് ഇൻ ക്വസ്റ്റ്യനെയർ, ഓപ്ഷൻ ബി ബഡ്ജറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി, ഓപ്ഷൻ സി ഏജ് ഓഫ് റിസർച്ചർ, ഓപ്ഷൻ ഡി ടൈം ഓഫ് ഡേ. ആൻസർ ഓപ്ഷൻ ബി ബഡ്ജറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി. സോ സാമ്പിൾ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിസർച്ച് ഒബ്ജക്റ്റീവ്, ബഡ്ജറ്റ്,
പോപ്പുലേഷൻ വാലിഡിറ്റി എന്നിവയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ ഇൻ റിഗ്രഷൻ? ഓപ്ഷൻ എ ലോജിക് മെത്തേഡ്, ഓപ്ഷൻ ബി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, ഓപ്ഷൻ സി ന്യൂട്ടൺസ് മെത്തേഡ്, ഓപ്ഷൻ ഡി കോറിലേഷൻ മെട്രിക്സ്. ആൻസർ ഓപ്ഷൻ ബി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് റിഗ്രഷനിൽ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിഡ്വൽസ് സ്ക്വയേർഡ് മിനിമൽ ആക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റാറ്റിസ്റ്റിക് ഹെൽപ്സ് ഡിറ്റക്ട് മൾട്ടികൊളീനിയാരിറ്റി ഇൻ regression? Option A T statistic, option B F statistic, option C R square, option D variance inflation factor VIF. Answer option D variance inflation factor. So variance inflation factorന്റെ വാല്യൂ ലെസ് ദാൻ 10 ആണെങ്കിൽ മൾട്ടികൊളീനിയാരിറ്റി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തങ്ങളുടെ എഫക്റ്റ് ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് ഒരു സിമ്പിൾ അല്ലെങ്കിൽ സൂചന നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹൈ ആർ സ്ക്വയർ ബട്ട് ഇൻസഫിഷ്യൻറ്റ് ടി വാല്യൂസ് മേ സജസ്റ്റ്. ഓപ്ഷൻ എ ഹെറ്ററോസ്ചെഡാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി പെർഫെക്റ്റ് prediction, option C multicollinearity, and option D auto correlation. Answer option C multicollinearity. ഹൈ ആർ സ്ക്വയർ മോഡൽ ഫിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ബട്ട് സിഗ്നിഫിക്കൻറ്റ് കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ് മൾട്ടികൊളീനിയാരിറ്റി, ദാറ്റ് ഈസ് ഓവർലാപ്പ് ഓഫ് വേരിയബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ എക്കണോമെട്രിക് അനാലിസിസ്? ഓപ്ഷൻ എ ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ ബി MS വേൾഡ്, ഓപ്ഷൻ സി സ്ട്രാറ്റ, ഓപ്ഷൻ ഡി ഓട്ടോകാഡ്. ആൻസർ ഓപ്ഷൻ സി സ്ട്രാറ്റ. സ്ട്രാറ്റ എലോങ് വിത്ത് ആർ, ഇവ്യൂസ്, SPSS, Python are used for regression, hypothesis testing and data analysis. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കണോമെട്രിക് മെത്തേഡ്സ് ആണ്. അതിൻ്റെ മെയിൻ ടോപ്പിക്കുകളായിട്ടുള്ള റിസർച്ച് സ്റ്റെപ്സ്, റിസർച്ച് മെത്തേഡ്സ്, സാമ്പിളിംഗ് മെത്തേഡ്സ് ഇവയെല്ലാമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ 25 MCQ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.